അസ്സലാമലൈക്കും. ഇതെന്റെ ഉപ്പയാണ്. എൻ്റെ ഉപ്പാനെ നിങ്ങളെല്ലാവരും രക്ഷിക്കണം. എൻ്റെ ഉപ്പാക്കും വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വന്ന് നിൽക്കണം. ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ഞങ്ങളെ ഇതുവരെ എത്തിച്ചത്. ഇപ്പൊ ഞങ്ങളെ ഉപ്പാനെ നോക്കാൻ ഞങ്ങളെ കൊണ്ടാവണില്ല. അതിനാണ് ഞങ്ങൾ നിങ്ങളെ മുന്നിൽ വന്ന് കൈ നീട്ടണത്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. 4 വർഷമായി ഞങ്ങളെ ഉപ്പാക്കും വേണ്ടിയിട്ട് ഞങ്ങളെ കഷ്ടപ്പെടുന്നു. ഒരാളെ മുന്നിലും കൈ കൂപ്പരുതെന്ന് കരുതിയിട്ടാണ് ഇത്രയും കാലം ഞങ്ങൾ സഹിച്ചു. എങ്ങനെയും ശരിയാവും എന്ന് കരുതി പഠിച്ചവനക്ക് വിട്ടുകൊടുത്തിട്ട് ജീവിച്ചതായിരുന്നു. ഇപ്പൊ ഞങ്ങൾ നിവൃത്തിയില്ലാത്തോണ്ട് ഞങ്ങൾക്ക് മുന്നിൽ വരികയാണ്. ഞങ്ങളെ ഞങ്ങൾക്ക് നേരെ പഴയ പോലെ നല്ല ആരോഗ്യത്തോടെ ഞങ്ങളെ ഞങ്ങൾക്ക് കിട്ടണം. അതിന് നിങ്ങളെല്ലാരും ഞങ്ങളെ സഹായിക്കണം. ഇപ്പൊ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അസ്സലാമലൈക്കും. എൻ്റെ പേര് മുസ്തഫ. ഞാൻ 20 വർഷത്തിലേറെയായിട്ട് സൗദിയിൽ പ്രവാസിയായിരുന്നു. നാട്ടിൽ വന്ന് 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കിഡ്നി സംബന്ധമായ അസുഖം വന്നു. ഇപ്പോൾ 4 വർഷത്തിലേറെയായിട്ട് ഡയാലിസിസ് ചെയ്യാണ്. അത് നാട്ടുകാരുടെ കാരുണ്യം കൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കണം ഇപ്പോൾ അത് മാറ്റി വെക്കണം നിർബന്ധമായിട്ടും എന്നാണ്. അപ്പോൾ എന്നെക്കൊണ്ട് അതിനുള്ള പൈസ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നാട്ടുകാർ ഇപ്പോൾ കൂടി സഹായിച്ച് അത് ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഇനി എല്ലാ നാട്ടുകാരും മറ്റുള്ളവരും നിന്നെ അകമണി സഹായിക്കണം. അത് ഇനി ആരും ഒന്നും കരുതരുത്. ഞാനിങ്ങനെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ എൻ്റെ വീടിൻ്റെ ആധാരടക്കം ബാങ്കിലാണ്. അത് ലോൺ എടുത്തിട്ടാണ് ഞാനിന്ന് കുട്ടികൾക്ക് അവരെ ആരെ മുന്നിലും കൈ നീട്ടണ്ടല്ലോ എന്ന് കരുതിയാണ് ലോൺ എടുത്തത്. ഇപ്പം അതൊരു പ്രാരാബ്ധമായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു സങ്കട കാഴ്ചയിലാണ് ഇത്. മുസ്തഫാക്ക ഒരുപാട് വർഷം, ഏകദേശം 20 വർഷം പ്രവാസിയായി സൗദി അറേബ്യയിലെ പ്രവാസിയായി ജോലി ചെയ്തൊരു മനുഷ്യനാണ്. ആ പാവപ്പെട്ട മനുഷ്യന്റെ ജീവന് വേണ്ടിയിട്ടാണ് ഇപ്പോ നിങ്ങളുടെ മുമ്പിൽ യാചിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തന്റെ ജീവിതായുസിൽ സമ്പാദിച്ച വീടടക്കം ആ മനുഷ്യൻ പണയപ്പെടുത്തി ഒരിക്കലും നമ്മുടെ മുമ്പിൽ വരണമെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യനല്ല. പക്ഷെ ഇനി നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ലെങ്കിൽ ഇരിക്കുന്ന വീടടക്കം ബാങ്കുകാർ കൊണ്ടുപോകുന്ന മുസ്തഫാക്കിനോട് പറഞ്ഞത്, എന്റെ ജീവിതായുസിൽ ഞാൻ സമ്പാദിച്ച ആകെ ഒരു സമ്പാദ്യമാണ് ഈ ഒരു വീട്. ഇതും കൂടി നഷ്ടപ്പെട്ടാല് പിന്നെ എന്റെ ജീവിതായുസിൽ ഞാൻ പണിയെടുത്തതൊക്കെ വെറുതെ ആകുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ വല്ലാത്തൊരു സങ്കടത്തിലായിരുന്നു മനുഷ്യൻ. ഈ നാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യനാണ് മുസ്തഫാക്ക. കാരണം ഈ നാട്ടിൽ എന്തൊരാവശ്യം പറഞ്ഞാലും തന്റെ നല്ല കാലത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി, എത്രയോ പാവപ്പെട്ടവർക്ക് വേണ്ടി വാരിക്കോരി നൽകിയ ഒരു പാവപ്പെട്ട പ്രവാസി. പക്ഷെ ഇപ്പൊ തന്റെ ജീവന് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ മുമ്പിൽ വന്ന് യാചിക്കാണ്. സാധാരണ ഒരു പാവപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യന്റെ സംസാരം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, വല്ലാത്തൊരു പച്ചയായ ഒരു പ്രവാസിയായ ഒരു മനുഷ്യൻ. അദ്ദേഹം പറയണ്ടായി, ഒരിക്കലും നമ്മുടെ മക്കളെ ഒന്ന് മുമ്പിൽ വന്ന് കാണിക്കണം എന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഇനി എന്റെ മുമ്പിൽ യാതൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞ മനുഷ്യൻ. ഹൃദയം പൊട്ടി പറഞ്ഞൊരു മനുഷ്യനാണ്. ഈ നാട് മുഴുവനും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ നാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മുസ്തഫാഖാന്റെ ജീവന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ. നമ്മളല്ലാതെ ഇനി ഈ പാവപ്പെട്ട പ്രവാസിക്ക് വേറെ ആരുമില്ല. ഈ മനുഷ്യൻ ഒരിക്കലും നമ്മൾ കൈവിടല്ല പ്രിയപ്പെട്ടവർ. ഇപ്പൊ ആഴ്ചയിൽ 3 ഡയാലിസിസ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അടിയന്തരമായിട്ട് അദ്ദേഹത്തിന്റെ വൃക്ക മാറ്റി വെക്കണമെന്ന ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 35 ലക്ഷം രൂപ വേണമെന്നാണ് ഡോക്ടർ ഹോസ്പിറ്റലിന് എസ്റ്റിമേറ്റ് നൽകിയിട്ടുള്ളത്. ഈ കുടുംബത്തിനെ കൊണ്ട് ഇനി ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെയൊക്കെ മുമ്പിൽ വന്ന് കൈ നീട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, സഹായിക്കണം. നമ്മളല്ലാതെ മുസ്തഫാക്കാക്ക് വേറെ ആരുമില്ല. നമ്മളും കൂടി കൈവിട്ടാലേ ഈ മനുഷ്യന്റെ അവസരങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഒരു നാട് ഒറ്റക്കെട്ടായി ജാതി മതഭേദമന്യേ പാവപ്പെട്ട പ്രവാസിയുടെ ജീവന് വേണ്ടി കൈകോർക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ സഹായിക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സലാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആലിക്കൽ മുസ്തഫ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട സഹായവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ഒരു ഗ്രാമപ്രദേശത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി ഇവിടെ ആളുകൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്കാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്
ഇതുപോലെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. വളരെ പ്രയാസത്തിലാണ് ആ സഹോദരൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് കഴിയുന്നതും അതിനപ്പുറം നിങ്ങളെ കൊണ്ട് മറ്റുള്ളവരെ പരമാവധി അതിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിനുള്ള ഒരു സഹകരണം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ചത്തനാകുറിശി മഹല്ലിലെ ഖത്തീബ് മൊയ്തീൻ കുട്ടി അൻവരിയാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ മഹല്ലി നിവാസി ആലിക്കൽ മുഹമ്മദ് മുസ്തഫ എന്ന മാന്യ വ്യക്തി ദീർഘകാലം പ്രവാസിയായി ജീവിച്ച് ഒടുവിൽ അദ്ദേഹത്തിന് വൃക്കരോഗവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നത്തിലാവുകയാണ്. വൃക്ക മാറ്റിവെക്കലല്ലാതെ നിർവാഹമില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ സാഹചര്യത്തിൽ അതിനുവേണ്ടി ഈ നാട് ഒന്നിക്കുകയാണ്. കേൾക്കുന്ന എല്ലാ സുമനസ്സുകളും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ ഒരു നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഞാൻ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും ഈ വാർഡിന്റെ മെമ്പർ കൂടിയാണ്. എന്റെ വാർഡിലെ പ്രിയപ്പെട്ട ആലിക്കൽ മുഹമ്മദ് എന്നിവരുടെ മകൻ ആലിക്കൽ മുസ്തഫ എന്നിവർ ദീർഘകാലം പ്രവാസിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും ഇതിനുവേണ്ടി സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ ഉദ്ദേശത്തെ വിജയിപ്പിച്ചു തരണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു ഞാൻ അലി അക്ബർ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്നു. എന്റെ പ്രദേശം കൂടിയായ 21 വാർഡിലെ താമസക്കാരനാണ് ആലിക്കൽ മുസ്തഫ. നല്ലൊരു ജീവിതത്തിലേക്ക് മുസ്തഫയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ ആളുകളും ഇതുമായി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. അസ്സലാമു അലൈക്കും. ഞാൻ മജീദ് മണലായ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. മുസ്തഫ എന്ന നമ്മുടെ സുഹൃത്ത് ദീർഘകാലം പ്രവാസിയായിരുന്നു. ഒരു പിടി രോഗങ്ങൾ മാത്രം ബാക്കിയായി കിഡ്നി സംബന്ധമായ അസുഖം ബാധിച്ച് നീണ്ടകാലമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ട സാമ്പത്തിക സഹായം എല്ലാ വിഭാഗം ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നും ഈ ഉദ്യമം പൂർത്തീകരിച്ച് പ്രിയപ്പെട്ട മുസ്തഫയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ എല്ലാ വിഭാഗം ആളുകളും ഒന്നിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ആലിപ്പറമ്പ് പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മുസ്തഫ ഏറെ കാലമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു അദ്ദേഹം സാമ്പത്തികമായി വളരെ ദുരിതത്തിലാണ്. അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നാടൊരുങ്ങി ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങളും നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും സപ്പോർട്ടും ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ കുമാരൻ, ഇവിടെ CPMന്റെ ആനമങ്ങാട് ലോക്കൽ കമ്മിറ്റി മെമ്പറും ഈ പ്രദേശത്തെ ബ്രാഞ്ച് സെക്രട്ടറിയുമാണ്. നമ്മുടെ സുഹൃത്ത് മുസ്തഫ കുറെ കാലമായി രോഗത്താൽ മല്ലിട്ട് കഴിയുകയാണ്. അപ്പോൾ അവന്റെ കിഡ്നി മാറ്റിവെക്കുക അല്ലാതെ മറ്റു മാർഗമില്ലാന്ന് ഡോക്ടർമാർ പറഞ്ഞ സാഹചര്യത്തിൽ സാമ്പത്തികമായി നാട്ടുകാരുടെ സഹായമല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ആയതുകൊണ്ട് എല്ലാവരും ഇതോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും. അസ്സലാമു അലൈക്കും. ഞാൻ സക്കീർ ഹുസൈൻ മാസ്റ്റർ, ഈ മുസ്തഫയുടെ അയൽവാസിയാണ്. ആലിക്കൽ മുസ്തഫ കിഡ്നി സംബന്ധമായി വർഷങ്ങളായി രോഗശൈലിയാണ്. കിഡ്നി മാറ്റിവെക്കുകയല്ലാതെ യാതൊരു നിർവാഹമില്ല. മുസ്തഫാനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മലയാളിയും പോലെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ മണലാരണ്യത്തിലേക്ക് പോയി 20 വർഷത്തോളം അവിടെ കഷ്ടപ്പെട്ട് അവസാനം ഉള്ള സമ്പാദ്യമായി നാട്ടിൽ വന്ന് ചെറിയ ജോലികളും ബിസിനസ്സൊക്കെ കഴിയുമ്പോൾ നാട്ടിലെ സാമൂഹിക രാഷ്ട്രീയ മത മേഖലകളിൽ വളരെ സജീവമായി നിറസാന്നിധ്യമായി പാവങ്ങളൊക്കെ കണ്ണീരൊപ്പി ആ പ്രവർത്തനത്തിലൊക്കെ രംഗത്ത് നിന്ന ആ മുസ്തഫാക്കാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു ഉദാഹരണമായ ഈ രോഗം ബാധിക്കുകയും അദ്ദേഹം സാമ്പത്തികമായി വളരെ പ്രയാസത്തിലാണ്. നാട്ടുകാര് എല്ലാവരും കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച് മുസ്തഫയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നത്തിലാണ്. എല്ലാവരും മാന്യ സഹോദരന്മാർ മുഴുവനും മുസ്തഫയെ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കും. വീഡിയോ കാണുന്ന പ്രിയ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുകയാണ്, നമ്മുടെ കൂട്ടത്തിലൊരു ജീവൻ പണമില്ലാത്തതിന്റെ പേരിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകി ഈ ജീവന്റെ തുടിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ നാട് നിങ്ങൾ ഇപ്പോൾ കേട്ടതുപോലെ ഒത്തൊരുമിച്ചതിന് വേണ്ടി പരിശ്രമിക്കുകയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകിക്കൊണ്ട് ഈ മഹത്തായ ഉദ്യമത്തെ വിജയിപ്പിച്ച് ആ സഹോദരനെ നമ്മോടൊപ്പം ഇനിയും ഒരുപാട് കാലം ജീവിതത്തിൽ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയട്ടെ. എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ കൂടെ ഞങ്ങളോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മുസ്തഫ ഇപ്പോ ജീവിതം വലിയ പ്രയാസമായി വന്നിരിക്കുന്ന രോഗം കാരണം അദ്ദേഹത്തെ നമ്മളൊന്ന് സഹായിച്ചാൽ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ മുമ്പിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി കഴിയുന്ന
അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നതിന് നമുക്ക് എല്ലാം അർഹമായ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളാൽ കഴിയുന്ന ഒക്കെ പ്രയാസത്തിലാവും നമ്മളൊക്കെ, പക്ഷെ നമ്മളെക്കാൾ പ്രയാസത്തിലാണ് അദ്ദേഹം കുടുംബവും. അദ്ദേഹത്തെ സഹായിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. അസ്സാം വലൈക്കും വറഹമത്തുള്ള. പ്രിയമുള്ളവരെ, എൻ്റെ പേര് അബ്ബാസ് തൂളിയത്ത്. ഞാൻ മലപ്പുറം ജില്ലാ വൈറ്റ് ഗാർഡിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ്. ആനമങ്ങാട് സർവീസ് ബാങ്കിന്റെ ഡയറക്ടർ കൂടി ആണ്. നമ്മുടെ അയൽവക്കക്കാരനായ നമ്മുടെ തൊട്ട അയൽവാസിയുമായ പ്രിയപ്പെട്ട മുസ്തഫാക്ക, നമുക്കറിയാം, ഇതൊക്കെ സൂചിപ്പിച്ചു, വളരെ പ്രയാസത്തിലാണ്. കിഡ്നി മാറ്റിവെക്കുക എന്നുള്ളത് തന്നെ നമുക്കറിയാം ഒരു രോഗം, അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണെന്ന് കണക്കായിക്കൊണ്ട് നമ്മളതിൽ മറുമരുന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കിഡ്നി മാറ്റിവെക്കുക എന്നുള്ളത് തന്നെയാണ്. കിഡ്നി രോഗം വന്നു കഴിഞ്ഞാൽ അത് തന്നെയാണല്ലോ നമുക്ക് ചെയ്യാനുള്ളൊരു മറുമരുന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ ചെയ്തുകൊണ്ട് ഈ ഉദ്യമത്തെ നിങ്ങൾ എല്ലാവരും അതിലേക്ക് സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ നിങ്ങളുടെ സഹായഹസ്തം ഞങ്ങൾക്കും ആവശ്യമായി വന്നിരിക്കുകയാണ്. ഈ ഉദ്യമത്തെ നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളുടെ മുസ്തഫാനെ നിങ്ങൾ സഹായിക്കണം. അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.